ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രിൻസസ് കട്ട് എ ലൈൻ കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റൗണ്ട് കോളറും അതോടൊപ്പം തന്നെ ഒരു ഓപ്പൺ പ്ലാക്കറ്റും കൂടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ മീഷോയിൽ നിന്നുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ക്ലോത്താണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്ലീവിന് വേണ്ടിയുള്ള ക്ലോത്ത് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഒരു 13 ഇഞ്ചിലാണ് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് ഞാൻ വണ്ണം മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ ഓപ്പൺ വശത്തേക്ക്. ഇതെല്ലാവർക്കും കോമൺ ആണ് ആ 3.5 ഇഞ്ച് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് നമ്മുടെ ലെങ്ത് ഭാഗം മാർക്ക് ചെയ്ത ഭാഗവുമായിട്ട് ഒരു സ്ലോപ്പ് പോലെ ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ സെൻറ്റർ കണ്ടെടുത്തു നിന്നും 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻറ്റിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്. ഇനി നമുക്കിത് ആ മെയിൻ പാർട്ടിലോട്ട് വരാം. ക്ലോത്ത് ഇവിടെ 4ആയിട്ട് മടക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ കോളർ നെക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ എടുക്കുക അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂട്ടി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 7.5 ഇഞ്ചാണ് അതുകൊണ്ട് എടുത്തിരിക്കുന്നത്. 7.5 ഇഞ്ച് തന്നെയാണ് താഴേക്ക് നമ്മുടെ കൈക്കുഴിയുടെ ലെങ്തും എടുക്കുന്നത്. കാര്യം ഇവിടെ നമ്മൾ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1/2 ഇഞ്ച് കൂട്ടിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ലൈനുകളെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് നമ്മുടെ ചെസ്റ്റിലോട്ടൊന്ന് റൗണ്ട് ചെയ്ത് നമ്മുടെ ആ ടേപ്പ് പിടിക്കുക. അപ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ കാണുമല്ലോ, ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു അളവ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ടിൻ്റെ എടുത്തിരിക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. 13.5 ഇഞ്ചാണ് ഷേപ്പ് ലെങ്തായിട്ട് എടുത്തിരിക്കുന്നത്. 19 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ലെങ്തും എടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഫുൾ ലെങ്ത് ആ ഒരു ക്ലോത്തിൻ്റെ ഞാൻ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്തായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ണം മാർക്ക് ചെയ്യാം. ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുന്നത് ഒരു 9.5 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗത്തെ വണ്ണം 11 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു കൈക്കുഴി ഭാഗത്തു നിന്നും ആദ്യം ഷേപ്പ് ലെങ്തിലേക്കും അവിടെ നിന്നും സ്ലിറ്റ് ലെങ്തിലേക്കും ഈ ഒരു ഭാഗം ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ കിട്ടും കണ്ടോ. ആ താഴ്ഭാഗം വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് ലൈൻ മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഷോൾഡറിൽ നിന്നും നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ എനിക്കിവിടെ 9 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 9.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോൾഡർ എടുക്കുക, അവിടെ നിന്ന് നിങ്ങളുടെ ബ്രസ്റ്റിലേക്കുള്ള പോയിൻറ്റിൻ്റെ ആ ഒരു ലെങ്ത് നോക്കിയാൽ മതി. ഇനി ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് തമ്മിലുള്ള അകലം നമുക്കിവിടെ വേണം. അപ്പോൾ ഇവിടെ 3.5 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. ഇവിടെയും തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് 4 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ആ 4 ഇഞ്ച് തന്നെ ആ ഷേപ്പിൻ്റെ ലെങ്ത് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെയും കൂടെ ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് പോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ബ്രസ്റ്റിൻ്റെ ആ പോയിൻറ്റുകൾ തമ്മിൽ ഒന്ന് അകലം എത്രയാണെന്ന് നോക്കിയാൽ മതിയേ. ഇനി എന്നിട്ട് നമ്മൾ ആ പോയിൻ്റ് നോക്കുമ്പോൾ അതിൻ്റെ ഹാഫാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ എൻഡ് ഭാഗം വന്നിട്ട് അവിടുത്തെ ഫുൾ ലെങ്ത് അതായത് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. ആ വിഡ്ത്തിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് ഇതുപോലെ. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മുടെ ആ ഒരു കൈക്കുഴി ഭാഗത്തു നിന്നും ആദ്യം ആ ബ്രസ്റ്റ് ടു ബ്രസ്റ്റ് പോയിൻറ്റും ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റിലേക്കുള്ള പോയിൻറ്റും വന്ന ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അവിടെ നിന്നും ആ ഒരു പോയിൻറ്റ് നമ്മൾ താഴെ വിട്ട് മാർക്ക് ചെയ്ത ഭാഗം വരെയും ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ നമ്മളിങ്ങനെ കൂർത്ത് വരച്ചെടുക്കരുത് കേട്ടോ ആ ബ്രസ്റ്റിൻ്റെ ആ ഒരു പോയിൻറ്റ്. അത് നമ്മളൊരു കലാപരമായിട്ട് നമ്മുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ ആ ഒരു ഭാഗം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെടുത്തൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഈ ഭാഗം അത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി ഒന്നും പോവരുത്. നമ്മൾ എങ്ങനെയാണോ അടയാളപ്പെടുത്തിയത് ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. കണ്ടോ, ഞാനത് കട്ട് ചെയ്ത് എടുക്കുവാണേ. ഞാനത് വളരെ സ്ലോയിൽ തന്നെയാണ് പറയുന്നത്. എന്നാലും നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഒന്നിൽ ഇതൊന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് എങ്ങനെയായിരിക്കും വരുന്നതെന്നൊന്ന് വെച്ച് നോക്കി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് കണ്ടോ, ഒരുമിച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ പാർട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സെൻറ്റർ പാർട്ട് എടുക്കുക. അതിൻ്റെ നല്ല വശം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ആ സൈഡിലത്തെ പാർട്ട് എടുക്കുക. അതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ആ ഒരു കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു അരികു വശത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം. കണ്ടോ, ആ ഒരു കൂർത്ത് നിൽക്കുന്ന ആ ഒരു പോയിന്റുകൾ തമ്മിൽ ഒരുമിച്ചായിരിക്കണം വെക്കേണ്ടത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ താഴേക്ക് അടിച്ചു പോകാം. ഈ ഒരു തുണി ഉണ്ടല്ലോ, നല്ല സുഖമുള്ള നല്ലൊരു മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നൂലുണ്ടല്ലോ ഇങ്ങനെ ഇളകി വരുന്നുണ്ടായിരുന്നേ. അതായത് നമ്മളിങ്ങനെ തയ്ക്കാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നി, അല്ലാണ്ട് ഒരു പ്രശ്നമില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തുണിയാണ്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു ക്ലോത്താണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ലിങ്ക് വേണമെന്നുള്ളവർ ചോദിച്ചാൽ ഞാൻ തരാം. ഇത് ഏകദേശം പാൻറ്റിന് 2.5 മീറ്റർ, ടോപ്പിന് 2.5 മീറ്റർ ഉൾപ്പെടെ അങ്ങനെ 5 മീറ്റർ 270 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നല്ലൊരു മെറ്റീരിയലാണേ. ഇത് കേട്ടോ, ഞാൻ പറഞ്ഞ ആ ഒരു കുഴപ്പം നിങ്ങൾ കണ്ടോ, അത് ആ നൂലിങ്ങനെ ഇളകി വരും. അത് വേണേൽ ലോക്ക് മെഷീനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ലോക്കില്ലെങ്കിലും ഒരു പണി ഞാനിവിടെ ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതിയേ. അപ്പോൾ ഇതുപോലെ താഴെ വരെയും ഇതിങ്ങനെ അടിച്ചെടുക്കുവാണ്. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡബിൾ സ്റ്റിച്ച് ഒന്നുകൂടെ കൊടുത്തേക്കണേ. അതുപോലെ ബാക്കി ഭാഗവും കൂടെ ഇങ്ങനെ തന്നെ ചേർത്ത് വെച്ച് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഭാഗം മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നമ്മുടെ വീഡിയോ ലെങ്ത് ആയാലും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതുപോലെ അങ്ങ് മറ്റേ ക്ലോത്തും കൂടി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത് ഞാൻ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശവും ബാക്ക് വശവും ഒരുമിച്ച് എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ നെക്കുകളാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ബാക്കിലെ നെക്കിൻ്റെ ലെങ്തായിട്ട് എടുക്കുന്നത് 1/2 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതിന് മുമ്പ് ഈ ഒരു നൂലായി പോയി കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഞാനത് ആ ഒരു നൂല് ഭാഗം കഴിച്ചിട്ടാണ് നമ്മുടെ അളവ് മാർക്ക് ചെയ്തത്, പക്ഷെ കട്ട് ചെയ്യാൻ മറന്നുപോയേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത്, 1/2 ഇഞ്ചാണ് ബാക്ക് നെക്കിൻ്റെ ലെങ്തായിട്ട് എടുക്കുന്നത്. അതൊന്നിങ്ങനെ ഒരു സ്ക്വയർ പോലെ ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇനി അതിന് ശേഷം ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ വിഡ്ത്താണ് 3 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതും ഒരു ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് രണ്ടിലും ഒരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. അതിനുശേഷം ബാക്കിലത്തെ നെക്കിനെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. കണ്ടോ, ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോൾഡറിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ ലെങ്ത് വരച്ച ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇഞ്ചിനെ നെക്കിൻ്റെ വിഡ്ത്തിലേക്ക് കട്ട് ചെയ്ത് എടുക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിനെ പൊക്കി എടുത്തിട്ട് അത് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളും ഒരുമിച്ച് പിടിച്ച് കട്ട് ചെയ്യല്ലേ, അപ്പോൾ നമ്മുടെ പണി പാളും. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനെ അങ്ങോട്ട് മാറ്റിയേക്കാം. ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിടുന്നത്. ഇനി നമുക്കിവിടെ ഒരു പ്ലാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ പ്ലാക്കറ്റിൻ്റെ ലെങ്ത് ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യുകയാണ്. ഞാനിവിടെ പ്ലാക്കറ്റിന് ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. പ്ലാക്കറ്റിൻ്റെ ലെങ്ത് ഞാനിവിടെ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് കറക്റ്റായിട്ട് ആ ഒരു 11 ഇഞ്ചിനെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുവാണേ.
അതിന് ശേഷം ആ ഒരു 2 സൈഡിൽ നിന്ന് നമ്മുടെ ഇതിലൊരു 2 പോയിൻറ്റ് നമ്മൾ ആ ഒരു ടേപ്പ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് അപ്പുറം ഇപ്പുറമായിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 പോയിൻറ്റ് മാർക്ക് ചെയ്തിട്ട് അത് ഒരു സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരു ലൈൻ കൂടെ കൊടുക്കുവാണേ. അതായത് ഒരു 4 ഇഞ്ച് നിൽക്കുന്ന വിഡ്ത്തിൽ കൊടുക്കുവാണ്. അതിനുശേഷം ഇതുപോലെ ഒരു വി ഷേപ്പിൽ ആ ഒരു അറ്റ ഭാഗത്ത് ഞാൻ ഇങ്ങനെ കൊടുക്കുവാണേ. കണ്ടോ, ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കൊടുക്കുവാണ്. ഇനി ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. കണ്ടോ, ആ ഒരു വി ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും ആ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തത് ഇതുപോലെ ആ ഒരു ഭാഗം, ആ സെൻറ്റർ ഭാഗം വരച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് ആ ഒരു വി ഷേപ്പിനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ 2 ആക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടിയാണ് നമ്മളിത് പ്ലാക്കറ്റ് എടുക്കുന്നത്. ഞാനിവിടെ 3.5 ഇഞ്ചാണ് പ്ലാക്കറ്റിൻ്റെ വേണ്ടി തുണി എടുത്തിരിക്കുന്നത്. ഞാൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 11 ഇഞ്ചെന്ന് പറയുമ്പോൾ ഒരു വശത്തേക്കാണ് 11 ഇഞ്ച്. അപ്പം 2 വശത്തേക്ക് കൂടാകുമ്പോൾ 22. ഞാനൊരു തൽക്കാലം ഒരു 25 കൂടുതൽ തുണി നമ്മളിപ്പോൾ ആദ്യമേ അങ്ങ് എടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ഈ 2 വശവും ഒന്ന് മടക്കിയിട്ട് ഒറ്റ വശമാക്കുക കേട്ടോ. അപ്പം ഞാൻ ഇപ്പം ഈ കാണിക്കുന്നത് ഈ ഒരു കോളർ വയ്ക്കുമ്പോൾ ഇങ്ങനെ മടക്കി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കോളർ ഇല്ലാതെയാണ് നിങ്ങൾ പ്ലാക്കറ്റ് വെക്കുന്നതെങ്കിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ ഇങ്ങനെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പ്ലാക്കറ്റിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗം ഇതുപോലെ എടുക്കുവാണ് ചെയ്യുന്നത്. കണ്ടോ, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന കോളർ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യണ്ട. ഇത് പിന്നെ നിങ്ങൾക്ക് അല്ലാണ്ട് വേണ്ടി ഞാൻ കാണിച്ചതാണ്. ഈ ഒരു തുണിയെ നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തെടുത്ത ആ ക്ലോത്തിനെ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഗ്യാലറിയിൽ ഈ ഒരു സംഭവം കറക്റ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിലേക്ക് ഞാൻ എഡിറ്റ് ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ ഷോർട്ടായിപ്പോയി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തു, എന്നിട്ടും അത് റെഡിയാവുന്നില്ല. അത് പോട്ടെ, എന്തായാലും നിങ്ങളൊന്ന് സൂം ചെയ്തൊന്ന് നോക്കിയേക്കണേ. ഇതുപോലെ ഇങ്ങനെ ആ ഒരു സെൻറ്ററിൽ നമ്മൾ കട്ട് കൊടുത്തില്ലേ മെയിൻ ക്ലോത്തിൽ, ആ ഒരു ഭാഗം മൊത്തം നമ്മളെടുത്ത ആ പ്ലാക്കറ്റിൻ്റെ ക്ലോത്തിലേക്ക് അകത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് കേട്ടോ. മൊത്തത്തിൽ ആ ഒരു ഭാഗം ആ ഒരു പ്ലാക്കറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണേ. എന്നിട്ട് ആ ഒരു അരികു വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ക്ലോത്ത് ബാലൻസ് വരും. നമ്മൾ ഇച്ചിരി അധികം ക്ലോത്ത് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ലാണ്ട് വന്നാൽ എന്ത് ചെയ്യും, ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഒരു കയ്യിൽ ആ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അത് വരും. ഏറ്റവും സിമ്പിളായിട്ട് പ്ലാക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. കണ്ടത് ഇങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ ആ ഒരു നടുക്കുന്ന് പിടിച്ച് വയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ തയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്താലും മതിയേ. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് പിൻ ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണേ. അപ്പം നമുക്ക് എത്രയാണോ ഓപ്പണിങ് ആവശ്യമുള്ളത് അത്രയും ഭാഗം കഴിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഓപ്പണിങ് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഒരു 4 ഇഞ്ചിൽ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു മറ്റേ ഭാഗം മൊത്തം ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിന് വേണ്ടിയുള്ള ക്ലോത്ത് എത്ര വേണമെന്ന് നമുക്കൊന്ന് അളന്നെടുക്കാം. അതിനായിട്ട് ആ ഒരു പ്ലാക്കറ്റ് ഉണ്ടല്ലോ, പ്ലാക്കറ്റ് ഉൾപ്പെടെ വേണം നമ്മൾ അളന്നെടുക്കാനേ. അപ്പോൾ ഇതൊന്ന് പെയ്യെ ആ റൗണ്ട് ചുറ്റും ഒന്ന് അളന്നെടുക്കുക. ഇതുപോലെ പെയ്യെ പിടിച്ച്, അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് അളക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 20 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അളക്കണം. അങ്ങനെ ഒരു 2-3 തവണ നിങ്ങൾ അളന്നെടുക്കുമ്പോൾ 4ാമത്തെ തവണയായിരിക്കും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരളവ് കിട്ടുന്നത്.
ഞാനിപ്പോൾ ഒരു തവണയാണ് കാണിക്കുന്നതെങ്കിൽ ഞാൻ 2-3 തവണ അളന്നിട്ടാണ് ഈ ഒരു അളവ് എനിക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒറ്റ അളവ് എടുത്തിട്ട് ഇതാണ് എൻ്റെ അളവെന്ന് കരുതി അതിനെ വിശ്വസിക്കരുത് കേട്ടോ. ഒന്നുകൂടി അളക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് ഇവിടെ 23.1 അപ്പോൾ 23 എടുക്കുവാണ് ഞാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ സെൻറ്ററിൽ നിന്ന് ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ? ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് ഡൗട്ട് കാണും. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തേ. അപ്പോൾ മുകൾ ഭാഗത്താണ് ആ ഒരു ഫോൾഡിങ് ഭാഗം കിടക്കുന്നത്. എന്നിട്ട് ഇവിടെ ഓപ്പൺ ഭാഗമാണ്. അവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കണമേ. സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്നൊരു ലൈൻ കൊടുക്കുക. ഇനി ഈ ലൈനിൽ നമുക്ക് കുറച്ച് പണിയുണ്ടേ. നമ്മുടെ അടുത്ത നെക്കിൻ്റെ വിഡ്ത്ത് എത്ര ആയിരുന്നു? 3 ഇഞ്ചായിരുന്നു നമ്മുടെ നെക്കിൻ്റെ, 3.5 ഇഞ്ചായിരുന്നു നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളെടുത്തു. അതിനുശേഷം നമ്മുടെ താഴോട്ടുള്ള ലെങ്ത്, കഴുത്തിൻ്റെ ലെങ്ത് 4 ഇഞ്ചുമാണ് എടുത്തത്. അപ്പോൾ 4ഉം 3.5 7.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 7.5 ഇഞ്ച് മൊത്തത്തിൽ 7.5 ഇഞ്ച് വരുന്ന ഭാഗം വെച്ചിട്ട് ഒരു ലൈൻ, ഒരു എൽ ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കുക. ആ വരച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഫ്രഞ്ച് കർവോ അല്ലെങ്കിൽ സാധാ കൈ വെച്ചിട്ടോ നിങ്ങളിതാ ഇതുപോലെ ഒന്ന് ഒരു കർവ് ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് എത്രയായിരുന്നു നമ്മുടെ അളവ് കിട്ടിയത്? 23 ആയിരുന്നല്ലോ. അപ്പോൾ ആ 23ൻ്റെ ഹാഫ് നമ്മളൊന്ന് കാണുക. അപ്പോൾ അതിനായിട്ട് 23 ഇങ്ങനെ എടുക്കുക. ഒന്നിൽ നിങ്ങൾ 23/2 എന്ന് അടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അത് അടിക്കാൻ പോകാൻ സമയമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ചില സമയത്ത് പേര് മറന്നു, ടേപ്പിൻ്റെ ഹാഫ് കാണുക. അപ്പോൾ നമുക്ക് ആ ഒരു 12.5 ആ ഒരു ഇഞ്ചിൽ കിട്ടുന്നുണ്ട് കേട്ടോ. 12.5 എന്തോ ആ ഒരു ഇഞ്ചിൽ കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ കിട്ടിയ അളവിനെ ആ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നോട്ട് താഴോട്ട് ഏറ്റവും നമ്പർ കൂടിയ വശത്ത് നിന്ന് നമ്പർ കുറഞ്ഞ വശത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് ആ ഒരു കർവിൻ്റെ ഭാഗത്തായിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഒരു പോയിൻ്റ് കിട്ടും. അത് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത് കറക്റ്റാണ് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ആ ഒരു കോളറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഇതിൽ കുറവുമില്ല കൂടുതലുമില്ല, ഇത് കറക്റ്റാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണ് കോളറിൻ്റെ വിഡ്ത്ത് വേണ്ടത്. ഞാനിവിടെ 3/4 ഇഞ്ചാണ്. നിങ്ങൾക്ക് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ എടുക്കാം. ഞാനിവിടെ 3/4 ഇഞ്ചാണ് എടുക്കുന്നത്. ആ ഒരു 3/4 ഇഞ്ചിനെ ഈ ഒരു കർവ് ഷേപ്പിന് ചുറ്റും ഞാനൊന്ന് മാർക്ക് ചെയ്ത് പോവുകയാണേ. കണ്ടോ? ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എൻ്റെ കഴിവിൻ്റെ പരമാവധി സ്ലോ ആയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്താണെങ്കിലും കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണേ. എനിക്കെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും ഒന്ന് പറയണേ. എന്നിട്ട് ആ കർവിനെ ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു എൻ്റെ ഭാഗം വരുമ്പോൾ ഒരു കുഞ്ഞ് ഷേപ്പ് ഒന്ന് കുഞ്ഞ് കർവായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്യുക. നമ്മൾ തുടക്കക്കാരാണ് എങ്കിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പിൻ ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മളിവിടെ ചെയ്ത് വന്നതിൻ്റെ ഒരു തഴമ്പിൽ ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളർ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമുക്ക് അതേപോലൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് അയൺ ചെയ്ത് വെക്കാം. എനിക്കിവിടെ ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടി വന്നു. അതാണ് ആ ഒരു ജോയിൻ്റ് അവിടെ കാണുന്നത് കേട്ടോ. അതിനത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അതോട്ട് വെച്ച് അയൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ബാക്കി നിർത്തിയിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. ആ ഒരു 1/2 ഇഞ്ചിനെ നമ്മുടെ ആ ഒരു ക്യാൻവാസ് പേപ്പറുമായിട്ട് ഇങ്ങനെ അയൺ ചെയ്തെടുക്കുക. ഒരു സ്റ്റിച്ച് അവിടെ കൊടുക്കണ്ട കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ അയൺ ചെയ്യുക, അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിച്ച് വയ്ക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കല്ലേ. അതിനുശേഷം ഇതുപോലെ തന്നെ വേറൊരു ക്ലോത്ത് എടുത്തിട്ട് ഈ ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു ക്ലോത്തിനെ അതിൻ്റെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം അപ്പോൾ ഇതെല്ലാം നല്ല വശം ചേർത്താണ് കേട്ടോ വച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ക്ലോത്തിന് എല്ലാം നല്ല വശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു കോളറിൻ്റെ അകം വശം നമുക്കിത് ഇതുപോലെ ഒന്ന് റൗണ്ടിന് അങ്ങ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഫുള്ളും കൊടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ആ ഉള്ളിലുണ്ടായിരുന്ന ആ ക്ലോത്ത് ഉണ്ടല്ലോ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിലും കൊള്ളരുത്, ക്യാൻവാസിലും കൊള്ളാത്ത രീതി വേണം കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ.
എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോൾ വീണ്ടും ഇതിനെ ഒന്ന് അയൺ ചെയ്യണം. അയണിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ മസ്റ്റാണ് കേട്ടോ. പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുക്കുക, ഒരു മടിയും വിചാരിക്കരുത്. എന്നിട്ട് ഞാൻ കാണിക്കുന്ന വശമുണ്ടോ, അവിടെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഫുള്ളായിട്ടൊരു റണ്ണിങ് സ്റ്റിച്ച് അങ്ങ് കൊടുത്തേക്കണം. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായ ഒരു സ്റ്റിച്ചാണ്. യഥാർത്ഥത്തിൽ അത് ആവശ്യമില്ല, പക്ഷെ നമുക്കത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ആ ഒരു സ്റ്റിച്ച്. ഇനി നമുക്ക് ആ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ആ സെൻറ്ററിൽ ഒരു കുഞ്ഞി കട്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുക്കാനും മറക്കല്ലേ, ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കുക, അതിലേക്ക് നമുക്ക് ഈ കോളറിനെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് കേട്ടോ. ഇതുപോലെ ആ സെൻറ്റർ ഒന്ന് കുഞ്ഞിക്കട്ട് കൊടുത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ഭാഗമുണ്ടല്ലോ, അതിനെ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യരുത്. അതിൻ്റെ അകത്ത് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്ത വേറൊരു ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്തിൻ്റെ പുറത്തുകൂടി, അതായത് ആ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ വേറെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അപ്പുറവും പോകരുത് ഇപ്പുറവും പോകരുത്, കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടെ തന്നെ ഈ മെയിൻ ക്ലോത്തുമായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു കോളർ ഒരു മാറ്റം വരാതെ കിട്ടത്തുള്ളൂ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച ആ ഒരു ക്ലോത്തും കൂടെ എടുത്ത് ഈ തയ്യൽ തുമ്പിനെയൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇതുപോലെ കണ്ടോ, ഞാൻ ആ കുത്തി കയറ്റുന്ന കണ്ടോ, അതുപോലെ വെച്ചിട്ട് ആ ക്യാൻവാസ് വെച്ച ആ കോളർ ഭാഗം ഇതിനെ കവർ ചെയ്ത് വയ്ക്കുക അതിൻ്റെ പുറത്തേക്ക്. എന്നിട്ട് ആ ഒരു തുടക്കത്തിലെ കെട്ടിട്ട് ഇതുപോലെ പിടിച്ച് അങ്ങ് വരെ സ്റ്റിച്ച് ചെയ്ത് പോവാം. നമുക്ക് ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ നമ്മളിപ്പോൾ പിടിക്കാൻ നേരത്ത് ഇങ്ങനെ വലിച്ച് പിടിക്കരുത്. ഇങ്ങനെ ഇപ്പോൾ ഒരു ചുളിവ് എനിക്ക് വന്ന കണ്ടോ, അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ആ ഒരു ഫൂട്ടറൊന്ന് പൊക്കിയിട്ട് സൂചി കുത്തി നിർത്തി കറക്റ്റായിട്ടൊന്ന് നേരെയാക്കി ഇട്ടതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്ത് പോകാവുള്ളേ. ഉണ്ട്, ഇപ്പോഴും എനിക്കത് അങ്ങനെ വന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഫൂട്ടർ പൊക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം. വലിച്ചു പിടിക്കുകയേ ചെയ്യല്ലേ, ചുളിവ് വരും, ഉറപ്പായിട്ടും വരും. അപ്പം നിങ്ങൾ ഒന്ന് ഫൂട്ടറൊക്കെ പൊക്കി നിർത്തി പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു കോളറിൻ്റെ സ്റ്റിച്ചിങ് ആയിട്ടുണ്ടോ, കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ. ഇത് വീണ്ടും ഒന്നുകൂടെ അയൺ ചെയ്താൽ ഒന്നുകൂടെ സൂപ്പറാവും കേട്ടോ. ഇനി നമുക്കിത് സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ സ്ലീവായിരുന്നല്ലോ കട്ട് ചെയ്ത് വെച്ചത്. എന്നിട്ട് ആ സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ ഭാഗത്തു നിന്നേ ഇതുപോലെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇവിടെയും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. സ്ലീവിൻ്റെ ഭാഗത്തൊക്കെ ഒരിക്കലും നിങ്ങൾ പിശുക്ക് കൊടുക്കരുത്, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ലോക്ക് മെഷീൻ ഇല്ലെങ്കിലും ലോക്കിട്ട് തയ്ക്കാമെന്ന്. അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല വശത്ത് കൂടി മോശം വശവും ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ബോഡി പാർട്ടിനത് ഞാൻ ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. കൈക്കുഴി ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ, ഞാൻ നല്ല വശമാണ് ഇപ്പോൾ ഞാൻ വെച്ച് തയ്ക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരും. ഇതുപോലെ ഫുള്ളായിട്ട് തയ്ക്കുക. ഇനി വേണം, ഇപ്പോൾ നമ്മുടെ അകവശമാണിത് കേട്ടോ. ഇപ്പം നമ്മുടെ ആ തയ്യൽ തുമ്പും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണത്തില്ല, എല്ലാം ഇതിൻ്റെ അകത്താണ്. കണ്ടത്, ഇതിൻ്റെ അകത്താണ് കേട്ടോ. ഇനി നമുക്ക് യഥാർത്ഥത്തിലും നല്ല വശം ചേർത്ത് വെച്ച് ഇനി സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ലോക്ക് മെഷീന് പകരം ലോക്കുമായി ആ തയ്യലും നൂലും ഒന്നും നമ്മുടെ ദേഹത്ത് കൊള്ളുകയോ ഇളകി വരികയോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ ഇതുപോലൊരു ക്ലോത്ത് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ യഥാർത്ഥം ഇത്രയേ ഉള്ളൂ. ഇനി ആ ഒരു അരികു വശം കൂടെ അടിച്ചെടുത്താൽ മതി. അതും നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം ഒരു മടക്കണം, പിന്നെ ഒരു മടക്കണം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഞാൻ ആ ഒരു പ്ലാക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് 3 ഷോ ബട്ടൺ കൂടെ വെച്ചിട്ടുണ്ട്. ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.